ناظري يا مطلب الحاجات خواجہ سنجری يا سيدي مولاد مولا حضري يا مطلب الحاجات مولى جلالي وعلى محمد صلى الله عليه وعلى آله وصحبه أجمعين. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ബഹുമാന്യരായ ഉസ്താദ് അടക്കമുള്ള വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആലിമീങ്ങളെ ഉലമാക്കളെ, ഈ വേദിയുടെ അലങ്കാരമായ മുതഅല്ലിം സുഹൃത്തുക്കളെ, മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്ത് വെച്ച് ഈ ഇഷ്കിൻ്റെ, ഈ പ്രണയത്തിൻ്റെ, ഈ പ്രേമത്തിൻ്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുത്തു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, റഹ്മുറഹീമായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് പരിശുദ്ധവും പരിപാവനവുമായ നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിൻ്റെ ഹഖ് ജാ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാൻ, പാടാൻ, കേൾക്കാൻ നാം സംഗമിച്ചത് ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് ലഭിക്കാനും ഒരു സബബാക്കി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആദ്യമായി ബഹുമാന്യരായ ഉസ്താദിനോടും പ്രതീക്ഷിച്ചിരുന്ന മുത്തു മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും ക്ഷമ ചോദിക്കുകയാണ്. നേരത്തെ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ചതാണെങ്കിലും മറ്റൊരു പരിപാടിയിൽ എടപ്പാള് പങ്കെടുക്കാനുണ്ടായിരുന്നത് കൊണ്ട് അവിടുന്ന് ഇറങ്ങാൻ കുറച്ച് സമയം ലേറ്റായി. വരുന്ന വഴി ഒന്ന് തെറ്റിപ്പോവുകയും ചെയ്തു. കുറച്ച് സമയം അതുകൊണ്ടാണ് ദീർഘിച്ചു പോയത്. എൻ്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ പൊരുത്തപ്പെടണമെന്ന് ആദ്യമായി അപേക്ഷിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ് മക്കയിലെത്തുക, മദീനയിൽ എത്തുക എന്നുള്ളത്. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, അവൻ്റെ ഈമാനിൻ്റെ അടിത്തറയാണ് മക്കയും മദീനയും ആഗ്രഹിക്കുക എന്നുള്ളത്. മക്ക കാണാൻ, മദീന കാണാൻ ആഗ്രഹിക്കാത്ത ഏതൊരു വിശ്വാസിയാണ്, ആരാണ് മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന, മുഅ്മിൻ എന്ന് അവകാശപ്പെടുന്ന ഏതൊരാൾക്കാണ് മക്കയോട്, മദീനയോട് പ്രേമമില്ലാതിരിക്കുക? അങ്ങനെ പ്രേമമില്ലെങ്കിൽ, മക്കയോട് മദീനയോട് ആഗ്രഹമില്ലെങ്കിൽ, അഭിനിവേശമില്ലെങ്കിൽ, അനുരാഗമില്ലെങ്കിൽ നമ്മളൊക്കെ ഈമാൻ എങ്ങനെയാണ് ഈമാനാവുക? നമ്മളൊക്കെ എങ്ങനെയാണ് മുഅ്മിനാവുക? ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ മക്കയെ മഹത്വപ്പെടുത്തിയത് കേവലം ഒരു കഅബാലയം മക്കയിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമല്ലല്ലോ. ആദ്യകാല ഖിബ്ലയും കഅബയായിരുന്നില്ല. കഅബാലയം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പണിതെങ്കിലും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ആ വെള്ളപ്പൊക്കത്തിൽ അതിന് തകർച്ച സംഭവിച്ചു പോയെങ്കിലും അന്നുണ്ടായിരുന്നത് പ്രവാചകന്മാര് മുഴുവനും തിരിഞ്ഞു നിസ്കരിച്ചത് കഅബയിലേക്കായിരുന്നില്ല. അവരെല്ലാം ബൈത്തുൽ മുഖദ്ദസിനെയാണ് കഅബയാക്കി, ഖിബ്ലയാക്കി മുന്നിൽ കണ്ട് നിസ്കരിച്ചത്. എന്നാൽ മക്കയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് അത് കഅബയുണ്ടായി എന്നുള്ളതോ, സഫാ മർവയുണ്ടായി എന്നുള്ളതോ, ഇബ്രാഹിം മഖാം ഉണ്ടായി എന്നുള്ളതോ മാത്രമല്ല. അതെല്ലാം മക്കയുടെ മഹത്വമാണ്. പക്ഷേ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ മക്കയെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. നബിയെ, പരിശുദ്ധമായ മക്ക തന്നെയാണ് സത്യം. മക്കയെ പരിശുദ്ധമാക്കിയിട്ട് അല്ലാഹു ആ മക്കയെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. മക്കയുടെ പവിത്രത എന്താണ്? മക്കയുടെ മഹത്വം എന്താണ്? അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ മക്കയെ വിശേഷിപ്പിച്ചത് അവിടെ കഅബയുണ്ടെന്നല്ല, അവിടെ ഖിബ്ലയുണ്ടെന്നല്ല, അവിടെ ഹജറുൽ അസ്വദ് ഉണ്ടെന്നല്ല, അവിടെ സഫാ മർവയുണ്ടെന്നല്ല.
ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. നബിയെ അങ്ങ് ജനിച്ചത്, അങ്ങ് വളർന്നത്, അങ്ങയുടെ കൗമാരം പിന്നിട്ടത് അതെല്ലാം മക്കയിലാണ്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു, മക്കയിൽ വളർന്നു എന്നുള്ളതാണ്, മക്കയിൽ പ്രബോധനം ആരംഭിച്ചു എന്നുള്ളതാണ് മക്കയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനാണ് രേഖപ്പെടുത്തുന്നത്. നമ്മൾ എവിടെ മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുക? എവിടെയാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുക? ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന് ഒരു വാക്കിന് എതിര് ചെയ്തല്ലോ. നമുക്കറിയാം, ചരിത്രം വിശാലമാണ്, ഞാൻ ചുരുക്കി പറയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ മരത്തിന്റെ അടുക്കലേക്ക് ആദം നബി അലൈഹിസ്സലാം പോയി. അല്ലാഹു വിലക്കിയ കനി ഭക്ഷിച്ചു. ആദം നബി അലൈഹിസ്സലാം സ്വർഗീയ ആരാമത്തിൽ ഇരുന്നിട്ട് പടച്ച തമ്പുരാനോട് ഒരുപാട് തൗബ ചെയ്തു, ദുആ ചെയ്തു. ആ ചെയ്ത അപരാധം പുറത്തു തരാൻ അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ആദം നബി അലൈഹിസ്സലാം പടച്ച തമ്പുരാനോട് ദുആ ചെയ്തു, അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല. അവസാനം ആദം നബി അലൈഹിസ്സലാം പടച്ച തമ്പുരാനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, നീ എൻ്റെ തൗബ സ്വീകരിക്കലിനെ ബിഹഖി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട്. ഖാല, അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, യാ ആദമു കൈഫ അറഫ്ത മുഹമ്മദാ, ആദമേ നിങ്ങൾക്ക് എങ്ങനെയാണ് മുഹമ്മദിനെ പരിചയം? ഞാൻ മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ, മുഹമ്മദ് നബിയെ ഞാൻ പടച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മുഹമ്മദ് നബിയെ പരിചയം എന്ന് ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആദം നബി അലൈഹിസ്സലാം പറയുന്ന മറുപടിയുണ്ട്, അല്ലാഹുവേ, നീ എന്നെ പടച്ചല്ലോ, നീ എന്നെ സൃഷ്ടിച്ചല്ലോ, എൻ്റെ ശരീരത്തിലേക്ക് നിന്റെ ആത്മാവിൽ നിന്റെ റൂഹിൽ നിന്ന് നീ റൂഹൂദിയല്ലോ. ഫറഫഅതു റഅസി, അല്ലാഹുവേ, അപ്പോൾ ഞാൻ എൻ്റെ തല ഉയർത്തിയിട്ട് നിന്റെ അർശിലേക്ക് ഞാനൊന്ന് നോക്കി. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറയുകയാണ്, അല്ലാഹുവേ, ഞാൻ തല ഉയർത്തിയിട്ട് നിന്റെ അർശിലേക്കൊന്ന് നോക്കിയപ്പോ ആ അർശിന്റെ ഫില്ലറിൽ, ആ സിംഹാസനത്തിന്റെ തൂണുകളിൽ ഞാൻ കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ പരിശുദ്ധമായ ഷഹാദത്തിന്റെ നേരെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നൊരാളെ പേരെഴുതണമെങ്കിൽ ആ വ്യക്തി അഹബ്ബു ഇലൈക മിൻ ഖൽഖിക, നിന്റെ എല്ലാ സൃഷ്ടികളിൽ നിന്നും നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ നേരെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളൊരു പേര് എഴുതണമെങ്കിൽ അയാളൊരു സാധാരണക്കാരനായിരിക്കുകയില്ല, അയാളൊരു ചില്ലറക്കാരനാവുകയില്ല. നിന്റെ സൃഷ്ടികളിൽ, നിന്റെ പടപ്പുകളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അയാളായിരിക്കുമല്ലോ. അല്ലാഹു തആല പറയുന്നു, ആദമേ സദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ആരാ മുഹമ്മദ് എന്നറിയോ? എൻ്റെ സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും മഹബത്തുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ മുഹമ്മദാണ്, ആ മുഹമ്മദാണ്, ആ മുഹമ്മദാണ്. ആ മുഹമ്മദിനെ ഞാൻ സൃഷ്ടിക്കാൻ കരുതിയിട്ടില്ലായിരുന്നെങ്കിൽ ആദമേ, നിങ്ങളെപ്പോലും ഞാൻ പടക്കുമായിരുന്നില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള 1,24,000-ത്തിലധികം പ്രവാചകന്മാരെയും കോടാനക്കോടി ഔലിയാക്കളെയും ആരിഫീങ്ങളെയും
പടച്ച തമ്പുരാൻ പടച്ചു വിട്ടത് എന്തിനെന്നറിയോ? എന്തിനാ അള്ളാഹു പടച്ചു വിട്ടതെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം